പറയടാ, എന്താ എൻ്റെ പെണ്ണിന് പറ്റിയത്? ബദ്രി ദേഷ്യത്താലും സങ്കടത്താലും പ്രണവിനും സിദ്ധുവിനും നേരെ അലറിയതും സിദ്ധു നടന്നതെല്ലാം ബദ്രിയോട് പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ രക്തം തിളക്കാൻ തുടങ്ങി. അയാളാ എല്ലാത്തിനും കാരണം. വിടില്ല ഞാൻ അയാളെ. എൻ്റെ ലക്ഷ്മിയമ്മയോടും രുദ്രയോടും ഒരേ സമയം നെറുകേട് ചെയ്ത അയാളെയും അവനെയും കൊല്ലും ഞാൻ. നീ ഇതാരുടെ കാര്യമാ പറയുന്നേ ബദ്രി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലക്ഷ്മി അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് ആരാണെന്ന് നീ പറയുന്നേ? ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ നീയൊക്കെ? എന്നിൽ നിന്ന് നീ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നെന്ന് എനിക്ക് മുൻപേ തോന്നിയതാ. അതെന്തായാലും ഇന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞേ പറ്റൂ. പറ, എനിക്കും അറിയണം. പറയാൻ. പ്രണവ് അത് പറയുമ്പോൾ സിദ്ധു തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി. ബദ്രിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും മരണം, അശോക് സുമിത്ര ദേവിക മരണം, അതുപോലെ പ്രണവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം, എല്ലാം സംഭവിച്ചതിന് പിന്നിലുള്ള ആൾക്കാരെ പറയുമ്പോൾ അതിലൊരാളുടെ പേര് കേൾക്കുമ്പോൾ പ്രണവൊന്ന് നടുങ്ങി. ഒപ്പം തൻ്റെ അച്ഛനെയും അമ്മയുടെയും കൊന്നതാണെന്ന് കേട്ടതും അവൻ്റെ ചങ്ക് പിടഞ്ഞു. ഒരു നിമിഷം അവൻ അവിടെ ഇരുന്നു പോയി, ഏറെ നേരമൊന്നും മിണ്ടാതെ. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞതും അവൻ ബദ്രിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഇത്രയും നാൾ കരുതിയതുപോലെ രാഘവേന്ദ്ര അയാളായിരുന്നില്ല ശത്രുപക്ഷത്ത്, മറിച്ച് വിജയദേവ് അങ്കിളായിരുന്നു അല്ലേ? അതെ, അയാളായിരുന്നു. ആർക്കും ഒരു സംശയം ഉണ്ടാക്കാത്ത വിധം അയാൾ വളരെ പ്ലാനായ ഇത്രയും നാൾ നമുക്കൊപ്പം നിന്നുകൊണ്ട് നമ്മളെ തന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചത്. എല്ലാം ആ ഹരീന്ദ്രൻ എന്ന പക്ക ക്രിമിനലിന് വേണ്ടിയിട്ട്. ഹരീന്ദ്രനൊപ്പം നിന്ന് നിന്നെ ദ്രോഹിക്കാൻ. ഈ ഹരീന്ദ്രനും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താ? അതിലൂടെ ഇയാൾക്ക് എന്താ നേട്ടം? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അവർ തമ്മിലുള്ള ബന്ധം അത് മാത്രം ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എത്ര ശ്രമിച്ചിട്ടും അത് മാത്രം നമുക്ക് മുൻപിൽ തെളിയുന്നില്ല. പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് ചിലപ്പോൾ എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ കൈക്കലാക്കാനാവും. അതിന് കാരണമാണല്ലോ ഞാനും രുദ്രയും ഒന്നാവാതെ ഇരിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം അയാളമ്മയെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടത്. അറിഞ്ഞിടത്തോളം മതി. ഇത് വെച്ച് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാമെല്ലാം. എന്നിട്ടെല്ലാത്തിനെയും കൊല്ലണം ബദ്രി. നമ്മിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവരെ തട്ടിയെടുത്ത് കൊന്നതുപോലെ അവരെയും കൊല്ലണം. ലക്ഷ്മി അമ്മയ്ക്ക് ബോധം വീണെന്ന് കേട്ടതും തന്നെ അയാൾ മുങ്ങി. ഇപ്പോൾ ഹരീന്ദ്രൻ്റെ കാൽക്കൽ അഭയം പ്രാപിച്ചിട്ടുണ്ടാവും. പക്ഷേ എത്ര നാൾ? അധിക നാൾ അയാൾക്ക് അവൻ്റെ കാൽ കീഴിൽ തന്നെ അഭയം പ്രാപിക്കാൻ പറ്റില്ല. അതിനു മുൻപ് ഞാൻ അവന് വേണ്ടി അവിടെ പോകും, അവനിപ്പോൾ ഉള്ളിടത്തേക്ക്. പക്ഷേ എങ്ങനെ? അവനുള്ള സ്ഥലം അത് നമുക്കറിയില്ലല്ലോ. അതവർ പറയും പോലെ ഇന്നലെ രുദ്രയെ അറ്റാക്ക് ചെയ്യാൻ വന്നവരില്ലെങ്കിൽ പറയിപ്പിക്കും ഈ ബദ്രി. അത്രയും പറഞ്ഞ് രുദ്രയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ബദ്രി. ഒപ്പം അവളെ ഒന്ന് നോക്കിയ ശേഷം തിരിഞ്ഞ് കീർത്തിയോടും സേതുവിനോടും കാവേരിയോടും അവളെ നോക്കാൻ പറഞ്ഞ ശേഷം ബദ്രി അവിടെ നിന്ന് പോകുമ്പോൾ അവൻ്റെ പിന്നാലെ തന്നെ സിദ്ധുവും പ്രണവും ചെന്നിരുന്നു. അവനെല്ലാം മനസ്സിലാക്കി കാണുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിലോ? വിജയദേവിനെ നോക്കി അരുന്ധതി അത് പറയുമ്പോൾ അയാൾ അവളെ നോക്കി പറഞ്ഞു, അവനെ നിനക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടാ. അവനെ മുന്നിൽ ഒന്ന് ചുവട് പിഴച്ചാൽ മതി, അവന് കാര്യം മനസ്സിലാവും. ലക്ഷ്മി ബോധം മറയും മുൻപെന്നെ കണ്ടിരുന്നു. അപ്പോഴും അവൾ എൻ്റെ പേര് തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. ആ വീട്ടിൽ അവളുടെ മക്കളെക്കാൾ പ്രിയം അവനോടാ. അപ്പോൾ പിന്നെ അവളെ കാണാൻ ചെന്ന ബദ്രിയോട് എൻ്റെ പേരെങ്കിലും പറയാതിരിക്കുമോ? തൽക്കാലം ഇങ്ങോട്ട് പോകാനാ പ്ലാന്, മുംബൈക്ക്, ഇല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും. അയാൾ ബാഗിൽ ഡ്രസ്സ് അടുക്കിക്കൊണ്ട് പറഞ്ഞു. പോകുമ്പോൾ ഹർഷനെ കൂടെ കൊണ്ടുപോകുന്നതാ നല്ലത്. അവനിപ്പോൾ റിക്കവറായി വന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് വീണ്ടും തന്നിഷ്ടത്തിന് ഇതുപോലെ പലതും ചെയ്തു കൂട്ടും. അതുകൊണ്ട് അവനെ കൂടെ കൊണ്ടുപോ വിജയ്ക്കൊപ്പം. എന്നാൽ അവനോട് വേഗം റെഡിയായി വരാൻ പറ. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും റിസ്ക്കാണ്. എത്രയും വേഗം പോയേ പറ്റൂ. ബദ്രിയുടെ കൺവെട്ടത്ത് നിന്നു തന്നെ. ബദ്രിയും സിദ്ധുവും പ്രണവും നേരെ വന്നത് സിദ്ധുവിൻ്റെ പഴയ തറവാട് വീട്ടിലേക്കായിരുന്നു. ആൾ താമസമൊന്നുമില്ലാതെ ചുറ്റും കാട് പിടിച്ച് പഴക്കം ചെന്നൊരു കെട്ടിടം. എന്തുകൊണ്ടും ഇവിടെ അവന്മാരെ തിരക്കി ആർക്കും വരാൻ പറ്റില്ല എന്നുള്ള ധൈര്യത്തിൽ തന്നെ ആയിരുന്നു സിദ്ധു അവൻ്റെ ആൾക്കാരോട് ആ 4 പേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. ബദ്രിയും സിദ്ധുവും പ്രണവും വരുമ്പോൾ മുന്നിൽ തന്നെ സിദ്ധുവിൻ്റെയും ബദ്രിയുടെയും ആൾക്കാരുണ്ടായിരുന്നു. അവന്മാരെവിടെ? അകത്തുണ്ട്. അവർ 3 പേരും അകത്തേക്ക് വരുമ്പോൾ കണ്ടു അവിടെയുള്ള തൂണുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന ഹരീന്ദ്രൻ്റെ ആൾക്കാരെ. അവന്മാരുടെ ദേഹത്തിന് പഞ്ചറാവാൻ ബാക്കിയൊരു സ്ഥലം പോലും ഇല്ലാതെ അമ്മാതിരി അടി സിദ്ധു തന്നെ കൊടുത്തിരിക്കുന്നു. ബദ്രി അവിടെ കിടന്നൊരു ചേറ് വലിച്ച് അവർ കഴി വന്നിരുന്നു കൊണ്ട് പറഞ്ഞു,
പറ, എന്തിനാ എൻ്റെ രുദ്രയെ നീയൊക്കെ ചേർന്ന് ഈ അവസ്ഥയിലാക്കിയതെന്ന് പിന്നിൽ? അവർ 4 പേരും ഒന്നും മിണ്ടിയില്ല. അവർ 4 ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ബദ്രി പിന്നിലേക്ക് തിരിഞ്ഞു സിദ്ധു എന്ന് വിളിക്കുമ്പോൾ സിദ്ധു അവൻ്റെ കയ്യിൽ കൂർത്ത കമ്പി കൊണ്ടുള്ള ആയുധം അവൻ്റെ കരങ്ങളിൽ വെച്ചു കൊടുത്തതും ബദ്രി അതുകൊണ്ട് ആദ്യം നിന്ന് അവൻ്റെ വയറ്റിൽ കുത്തിയിറക്കി. ഒപ്പം അവൻ നിലവിളിക്കുന്നിടത്ത് അത് അവിടെ വെച്ച് കറക്കിക്കൊണ്ടിരുന്നു. രക്തം വാർന്നൊലിക്കുന്ന സ്പീഡിൽ തന്നെ അവനിൽ നിന്നും നിലവിളിയും ഉച്ചത്തിലായതും കണ്ടുനിന്ന ബാക്കി 3 പേരിലും ഭയം നിഴലിച്ചു. ആ ഗ്യാങ്ങിലെ തലവൻ തന്നെ ഹിരൺ ബദ്രയെ നോക്കി പറഞ്ഞു, പ്ലീസ് അവനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്കെന്താ അറിയാനുള്ളത്? എന്നോട് ചോദിക്ക്. ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ജോലി കുറയുമെന്നേ ഉള്ളൂ. എങ്കിൽ പറ, എന്തിനാ എൻ്റെ രുദ്രയെ വേദനിപ്പിച്ചത്? ഹരീന്ദ്രൻ അയാൾ പറഞ്ഞിട്ട്. ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ഭാര്യയെ കൊന്നിട്ട് ചെല്ലാനാ. പക്ഷേ ഞാൻ അവളുടെ ഫോട്ടോ അയച്ചു കൊടുത്തതും ജീവനോടെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ കുത്തേറ്റിരുന്നു അവൾക്ക്. അത് പറയുമ്പോൾ അപ്പോഴും അവളെ ജീവനോടെ വേണമെന്ന് തന്നെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അയാൾ വന്ന് ഞങ്ങൾ ഈ പരുവത്തിലാക്കിയത്. അവസാനം സിദ്ധുവിനെ നോക്കിയാണ് ഹിരൺ പറഞ്ഞത്. അവൻ എന്തിനായിരുന്നു രുദ്രയുടെ ഫോട്ടോ? അതൊന്നും അറിയില്ല. ഇതിനു മുൻപും നമ്മളെ ഇതേ ദൗത്യം ഏൽപ്പിച്ചു. പക്ഷെ അന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള വേറെ കുറച്ചു പേര് ഞാൻ വിട്ടത്. എന്നാൽ അന്നും അവൾ രക്ഷപ്പെട്ടിരുന്നു. ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം? നമ്മുടെ ജോലി കഴിയുമ്പോൾ പറഞ്ഞ ക്യാഷ് അതുപോലെ തന്നെ അക്കൗണ്ടിൽ വരും. അന്ന് തന്നെ. ഈ വിജയദേവിനെ അറിയാമോ? അറിയാം. നമുക്ക് വേണ്ട എല്ലാം ഒതുക്കി തരുന്നത് അദ്ദേഹമാണ്. അയാളും ഹരീന്ദ്രനും തമ്മിലുള്ള ബന്ധം അതെന്താ? അതിനെപ്പറ്റി അറിയുമോ നിങ്ങൾക്ക്? അതിനെപ്പറ്റി അവരായൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരിക്കൽ ഹരീന്ദ്രൻ അയാളുടെ ഡാഡെന്ന് വിളിക്കുന്നത് കേട്ടു. മതി, ഇതാ എനിക്ക് വേണ്ടിയിരുന്നത്. ബദ്രി ഇരുന്നിടത്തു നിന്നും താൻ മനസ്സിൽ വിചാരിച്ചത് തന്നെ കിട്ടിയെന്ന ആത്മധൈര്യത്തിൽ അവൻ്റെ തുടയിൽ സ്വന്തം ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു. ബദ്രി അപ്പോൾ ഹരീന്ദ്രനും ഹർഷനും അയാളുടെ മക്കളായിരുന്നു അല്ലേ? അരുന്ധതി എന്ന അവരുടെ ആരും കാണാത്ത ഭർത്താവ് അത് ഇയാളായിരുന്നു അല്ലേ? ഇനി എനിക്കറിയാനുള്ളത് എന്തിനാ എന്നോടും എൻ്റെ അച്ഛനോടൊക്കെ ഇത്രയും വലിയ ചതി അയാൾ ചെയ്തതെന്ന്. അത് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ഞാൻ. അത്രയും പറഞ്ഞ ബദ്രി അവന്മാർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹരീന്ദ്രൻ നിങ്ങൾക്ക് എത്രയാ തന്നത് രുദ്രയെ കൊണ്ട് ചെല്ലാൻ? എനിക്ക് 3 ലക്ഷം, ഇവർക്ക് 2 ലക്ഷം വീതം. എന്നാൽ ഞാൻ ഓരോരുത്തർക്കും 25 ലക്ഷം വെച്ച് തരും. ഞാൻ പറയുന്നത് പോലെ ചെയ്താ ചിലപ്പോൾ അതിലും കൂടുതൽ. എന്താ, സമ്മതമാണോ? അത് ചോദിക്കുമ്പോൾ അവർ 4 പേരും പരസ്പരം നോക്കി. ആ സമയം കുത്തുകൊണ്ടവൻ്റെ മുറിയിൽ മരുന്ന് വെച്ചു കൊടുക്കുകയായിരുന്നു പ്രണവ്. സമ്മതം, അവർ 4 പേരും ഒരുമിച്ച് പറഞ്ഞു. കൂടെ നിന്നിട്ട് ചതിച്ച കുറച്ചു മുൻപ് കണ്ടല്ലോ. കൂടെ നിന്നവനെ കൊടുത്ത ശിക്ഷ അതിലും വലിയ ശിക്ഷയായിരിക്കും ഞാൻ നൽകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ വരെ എടുത്തു എന്ന് വരും ഞാൻ. ചതിക്കില്ല, ഉറപ്പ്. ഹരീന്ദ്രൻ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് അറിയാമോ? അറിയാം. എവിടെ? സിംഗനല്ലൂർ എന്ന ഗ്രാമത്തിൽ. അവനെന്താ അവിടെ? ബദ്രി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ആ ഗ്രാമത്തിൽ എന്താ അയാളുടെ ജോലിയെന്ന് അറിയില്ല. അതുകൂടെയുള്ള ആരോടും അയാൾ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തോ ഒരു വലിയ ലക്ഷ്യം നേടാനുണ്ടെന്നറിയാം. അതുകൊണ്ടാണല്ലോ നമ്മളെ കൊണ്ട് ഒറിജിനൽ സൂര്യവർദ്ധനയും അമ്മയെയും തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചത്. അവനെന്തിനാ? സിംഗനല്ലൂർ ആ ഗ്രാമത്തിൽ പുറത്തു നിന്നൊരാൾക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയില്ല. കാരണം അവിടുത്തെ ആചാരങ്ങളും രീതികളും മറ്റൊന്നായിരുന്നു. ആ നാട്ടിൽ എന്തും തീരുമാനിക്കുന്നത് അവിടുത്തെ ആ നാട്ടിലെ അവരുടെ കാണപ്പെട്ട ദൈവമായി കാണുന്ന ഒരാളും അവരുടെ കുടുംബവും ഉണ്ട്. അവരെപ്പറ്റി എനിക്കധികം അറിയില്ല. പക്ഷേ അവരുടെ കൊച്ചുമകനാണ് ഈ സൂര്യവർദ്ധൻ. അയാളുടെ അമ്മ സ്നേഹിച്ച ആൾക്കൊപ്പം ആ നാട്ടിൽ നിന്നും പോയിരുന്നു. അതിനുശേഷം അവരുടെ മനസ്സിൽ അവർ മരിച്ച നിലയിലായിരുന്നു. ആ സ്ത്രീയെ കൂടാതെ ഒരു മകൻ കൂടെ ഉണ്ടായിരുന്നു. അതിൽ അവർക്കുള്ളത് 2 പെൺകുട്ടികൾ എന്തോ ആണ്. ഈ സൂര്യവർദ്ധൻ്റെ മുത്തശ്ശനാണിപ്പോൾ ആ നാട് കാക്കുന്ന ദൈവം. അയാൾക്ക് ശേഷം ആ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരാൾ വേണം. അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം അയാളുടെ മകളോട് പുറത്ത് കൊച്ചുമകനെ നാട്ടിലേക്ക് ക്ഷണിച്ചു. ആ കൊച്ചുമകനെയും അമ്മയെയും ഞങ്ങൾ അയാൾക്ക് കടത്തിക്കൊണ്ട് കൊടുത്തത്. ഇന്ന് ആ കൊച്ചുമകൻ്റെ രൂപത്തിൽ സൂര്യവർദ്ധൻ്റെ സ്ഥാനത്ത് ഹരീന്ദ്രനാണ് ആ നാട്ടിലുള്ളത്. നീയല്ലേ പറഞ്ഞത് അധികമൊന്നും അറിയില്ലെന്ന്? പിന്നെ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? സിദ്ധു അവരെ നോക്കി പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി അവർക്കൊപ്പം ഞങ്ങളുണ്ട്. ഒന്നും ഞങ്ങളോട് വ്യക്തമായി പറയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഇതെല്ലാം ഒളിഞ്ഞും മറഞ്ഞും അവർ പറയുന്നത് കേട്ടു മനസ്സിലാക്കിയതാണ്. തൽക്കാലം ഞാൻ പറയാം.
അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ചതിക്കില്ല. ഇത്രയും വർഷം കൂടെ നിന്നിട്ടും ഞങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ട് ജീവൻ പണയപ്പെടുത്തി ചെയ്യുന്നതിന് തന്നിരുന്നത് വെറും തുച്ഛമായ ശമ്പളമായിരുന്നു. എന്നാൽ നിങ്ങളെ ഞങ്ങൾ ദ്രോഹിച്ചിട്ടും കൂടെ നിന്നാൽ വലിയ തുക തന്നെ തരാമെന്ന് പറയുമ്പോൾ നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ ചതിക്കില്ല. മറിച്ച് അവിടെ പണിയെടുത്തതിനും കൂടുതൽ ആത്മാർത്ഥതയോടെ തന്നെ എല്ലാം ചെയ്യും. പുറത്തേക്ക് വന്ന ബദ്രിയുടെ ഇടവും വലവുമായി സിദ്ധുവും പ്രണവും വന്നു നിന്നുകൊണ്ട് ചോദിച്ചു, ബദ്രി, നിന്റെ പ്ലാൻ എന്താ? ബദ്രി തിരിഞ്ഞ് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത്രയും നാൾ അവർ കളിച്ചില്ലേ, ഇനി നമ്മുടെ ഊഴമാണ്. അവർ ഉള്ളിടത്ത് ചെന്ന് നായ്ക്കളെ പോലെ ഓടിച്ച് വേട്ടയാടി കൊല്ലണം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഹരീന്ദ്രൻ ഉള്ളിടത്തേക്ക് നീ പോകാൻ പോകുന്നെന്നാണോ പറയുന്നേ? ആദ്യം ഞാനല്ല, അവൾ രുദ്രയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 3 പേരും പോകും. നീ ഇതെന്തൊക്കെയാ ബദ്രി പറയുന്നേ? രുദ്രയെ, അതും ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ ഹരീന്ദ്രൻ്റെ അടുത്തേക്ക് അയക്കുന്നെന്നോ? നിനക്കെന്താ ഭ്രാന്തായോ? അവളെ ഞാൻ അവിടേക്ക് അയച്ചില്ലെങ്കിലും അവൻ ഇവരെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിട്ട് രുദ്രയെ കൊണ്ടുപോകാൻ ശ്രമിക്കും. ചിലപ്പോൾ ഇപ്പോൾ സംഭവിച്ചതിലും മോശമായി അപ്പോൾ അവൾക്ക് വല്ലതും സംഭവിച്ചാലോ? അതിന് നമ്മൾ സമ്മതിക്കില്ല ഒരിക്കലും. അവന് വേണ്ടത് രുദ്രയെയാണ്. കാരണം അവളിലൂടെ ഈ എന്നെ അവന് മുൻപിൽ മുട്ടുകുത്തിക്കാൻ. അതുകൊണ്ട് അവൻ ഞങ്ങളെ തേടി വരുന്നതിന് മുൻപ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കണം. നിന്നെ ഹരീന്ദ്രൻ അറിയാം. രുദ്രയ്ക്കൊപ്പം നിന്നെ കണ്ട അവളുടെ ജീവന് തന്നെ ആപത്തായിരിക്കും. അതിന് ഞാൻ ബദ്രിയായല്ലോ അവിടേക്ക് ചെല്ലുന്നത്. നീ എന്തൊക്കെയാ ബദ്രി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ സൂര്യവർദ്ധന് പകരമല്ലേ അവിടെ കയറിക്കൂടിയത്? അതുപോലെ അവൻ്റെ ആളുകളുടെ രൂപത്തിൽ നമ്മളും അവിടെ കയറിപ്പറ്റും. ഇപ്പോൾ ഉള്ളവരിലൂടെ മുന്നിൽ നിൽക്കുന്നത് ഹരീന്ദ്രനാണ്. അവൻ്റെ ആൾക്കാർ അവനെ തിരിച്ചറിയാതിരിക്കില്ല. മുന്നിൽ നിൽക്കുന്നത് ഹരീന്ദ്രനായിരിക്കാം, പക്ഷെ അവനെ എതിർത്തിപ്പോൾ മുന്നിലുള്ളത് ഈ ബദ്രിയ. അതുകൊണ്ട് അവനെന്നല്ല അവൻ്റെ അപ്പൻ വിചാരിച്ചാലും എന്നിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. രുദ്ര സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്കിതിന്? സമ്മതിച്ചേ പറ്റൂ. അവളെന്ന് ഓക്കെ ആവുന്നു, അന്ന് അവളെയും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകും ഞാൻ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ബദ്രി? ഇതിൽ ആലോചിക്കാൻ ഒന്നുമില്ല. ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെ നടക്കും. ഇല്ലെങ്കിൽ നടത്തിയിരിക്കും ഈ ബദ്രി. ഇനി എൻ്റെ പ്രിയപ്പെട്ടവർക്കു നേരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സമ്മതിക്കില്ല ഞാൻ. ഇത് ബദ്രിയ പറയുന്നേ, ബദ്രിനാഥ്. എനിക്ക് സ്നേഹിക്കാനും അറിയാം, അതുപോലെ തന്നെ സംഹരിക്കാനും അറിയാം. ബദ്രി അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്ത ഭാവമായിരുന്നു. പിന്നെ അവനൊന്നും പറയാതെ അവിടെ നിന്നും നടന്നു നീങ്ങുമ്പോൾ സിദ്ധുവും പ്രണവും അവനെ തന്നെ നോക്കി നിന്നു. കാരണം ബദ്രിയുടെ മുഖത്ത് അപ്പോൾ നിറഞ്ഞു നിന്നതെല്ലാം സംഹരിക്കാൻ തയ്യാറായ അവൻ്റെ മനോഭാവമായിരുന്നു. ബദ്രി പറഞ്ഞതനുസരിച്ച് ഹിരൺ ഹരീന്ദ്രനെ കോളാക്കി. എന്നാൽ ഈ സമയം ആ വലിയ കൊട്ടാരം പോലുള്ള വീട്ടിനകത്തിരുന്ന ഹരീന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം അവൻ ഹരീന്ദ്രനല്ല, സൂര്യവർദ്ധനാണ്. ആ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കണ്ണൻ. ആ വീട്ടിലെ മറ്റുള്ളവരുടെ സ്വന്തം സൂര്യയും സൂര്യേട്ടനുമാണവൻ. എൻ്റെ കല്ലു, ആ ഫോണൊന്നെടുക്ക്. എത്ര നേരമായി കിടന്ന് റിങ് ചെയ്യുക? അകത്തുനിന്നൊരു സ്ത്രീ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ ആ വീട്ടിലെ ഒത്തനടുക്കുള്ള ഊഞ്ഞാലിൽ കിടന്ന് ബാലരമ വായിക്കുമായിരുന്ന കല്ലു അവൾ മെല്ലെ എഴുന്നേറ്റിരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു, അത് സൂര്യേട്ടൻ്റെ ഫോണാ. അവൻ മുകളിൽ നിൽപ്പുണ്ട്. നിനക്ക് ആ ഫോൺ എടുത്ത് അവന് കൊണ്ടുകൊടുത്താലെന്താ? ദേ കൊണ്ടുകൊടുക്കുക. അതും പറഞ്ഞ് കയ്യിലിരുന്ന ബാലരമ അവിടെ വെച്ചിട്ട് അവൻ ഹരീന്ദ്രൻ്റെ ഫോണും എടുത്ത് മുകളിലേക്ക് ഓടി. കല്ല് മുകളിലെ ഹരീന്ദ്രൻ്റെ മുറി തള്ളി തുറന്നകത്ത് വരുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ്റെ റൂമിനോട് തൊട്ടടുത്തുള്ള അവൻ ഇന്നും വർക്കൗട്ട് ചെയ്യുന്ന റൂമിൽ നിന്നും ശബ്ദം കേട്ടതും അവൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. കല്ലു ഫോണും കൊണ്ട് അവിടേക്ക് ചെന്നു നിന്നുകൊണ്ട് വിളിച്ചു, സൂര്യേട്ടാ. അവളുടെ വിളിയിൽ അവൻ തിരിഞ്ഞു നോക്കി. എന്താ ഏട്ടാ? ഫോൺ. അത് പറയുമ്പോൾ ഹരീന്ദ്രൻ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ചെവിയോട് ചേർത്ത് ഒപ്പം അവളെ നോക്കി പറഞ്ഞു, ഫോൺ തന്നില്ലേ, ഇനി എന്തിനെവിടെ നിൽക്കുന്നേ? നിനക്കപ്പുറത്തൊരു ജോലിയും ഇല്ലേ? ആ, ഞാൻ പോയി ഏട്ടാ. അത്രയും പറഞ്ഞ് കല്ലു അവിടെ നിന്ന് പോയതും ഹരീന്ദ്രൻ പറഞ്ഞു, ഞാൻ വിളിച്ചപ്പോൾ എന്താ ഫോൺ എടുക്കാത്തത്? അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ല ബോസ്, പക്ഷേ ഞങ്ങൾ അവളുടെ തലക്കടിച്ചിരുന്നു. ആഴത്തിൽ തലയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. അവളുടെ മെമ്മറിയിൽ കാര്യമായ കുഴപ്പം വന്നിട്ടുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടതും ഹരീന്ദ്രൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അതെന്തായാലും നന്നായി. തൽക്കാലം അവൾക്ക് ബോധം തെളിഞ്ഞുവെന്നൊക്കെ ഓക്കെ ആവുന്നത് വരെ ബദ്രിയുടെ കൺവെട്ടത്ത് നിന്നും തന്നെ മാറ്റി നിർത്തണം.
അത് കഴിയുമ്പോൾ അവളെ ഇവിടെ എൻ്റെ മുൻപിൽ എത്തിച്ചിരിക്കണം. എന്ത് എങ്ങനെ വേണമെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞു തരാം. ഓക്കെ ബോസ്. അത്രയും പറഞ്ഞ് ഹിരൺ ഫോൺ വെച്ചു. മുന്നിൽ നിൽക്കുന്ന ഭദ്രയെ നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ഹരീന്ദ്രനെ കയ്യിൽ കിട്ടിയ സന്തോഷമായിരുന്നു. അവൻ്റെ നാശം കുറിച്ചവൻ്റെ സന്തോഷം. എന്നാൽ ഈ സമയം ഹരീന്ദ്രൻ നിറഞ്ഞു നിന്നത് മറ്റൊന്നായിരുന്നു. രുദ്രയിലൂടെ ഭദ്രയെ നശിപ്പിക്കുക. അവനുള്ളിൽ അപ്പോൾ വല്ലാത്ത ഭാവമായിരുന്നു നിറഞ്ഞു നിന്നത്. ഭദ്ര നേരെ വിജയലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടതിനു ശേഷമാണ് തിരികെ രുദ്രയുടെ അടുത്തേക്ക് വന്നത്. ഭദ്ര വരുമ്പോൾ രുദ്ര നല്ല മയക്കത്തിലായിരുന്നു. അവൻ അവൾക്കടുത്തേക്കായി കിടന്ന് ചേറു വലിച്ച് അവൾക്കരികിലിട്ട ശേഷം അതിലേക്കിരുന്നു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവൻ്റെ മുൻപിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന രുദ്രയിലായിരുന്നു. ഭദ്രയ്ക്ക് അവളെ അങ്ങനെ നോക്കിയിരിക്കാനായില്ല. അവൻ്റെ മനസ്സ് അവൾക്ക് വേണ്ടി തുടിച്ചു. മെല്ലെ ഭദ്ര തൻ്റെ കരങ്ങൾ ഉയർത്തി രുദ്രയുടെ തലയിൽ മെല്ലെ തലോടി. എന്നാൽ അപ്പോഴും അവൻ്റെ സാമീപ്യം മനസ്സിലാകാതെ അവൾ നിദ്രയിലായിരുന്നു. ഇനിയും മണിക്കൂറെടുക്കും അവൾക്ക് ബോധം വരാൻ. അങ്ങോട്ടേക്ക് വന്ന കാവേരി ഭദ്രയെ നോക്കി പറഞ്ഞു, എത്ര മണിക്കൂർ എടുത്താലും വേണ്ടില്ല, എനിക്കിവളെ വേണം, പഴയതുപോലെ തന്നെ. അവൾക്കൊന്നും വരില്ല ഭദ്ര, ഇപ്പോൾ ആൾ ഓക്കെയാണ്. സിദ്ധു കറക്റ്റ് സമയത്ത് അവളെ ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് ജീവന് ആപത്തൊന്നുമില്ല. അപ്പോഴും ഭദ്ര രുദ്രയെ തന്നെ നോക്കി അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടിരുന്നു. അതിനുശേഷം കാവേരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ എൻ്റെ പെണ്ണിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തൽക്കാലം മോൻ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാ. അപ്പോഴേക്കും അവളും മയക്കത്തിൽ നിന്നുണർന്നു. വേണ്ട, അവൾ ഉണരും വരെ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എന്നാലൊരു കാര്യം ചെയ്യ്, മോന് മോളെ റൂമിലേക്ക് കിടത്തിയേക്ക്. ഇപ്പോൾ ആൾക്ക് പേടിക്കാൻ മാത്രം പ്രശ്നമില്ല. പിന്നെ സ്റ്റിച്ച് പൊട്ടാതെ നോക്കണം. കാരണം ആ മുറി മുണങ്ങാൻ കുറച്ച് നാളെടുക്കും. കാവേരി അത് പറഞ്ഞ് തീരേണ്ട താമസം അതിനു മുൻപ് തന്നെ ഭദ്ര രുദ്രയെ മെല്ലെ അവൻ്റെ കരങ്ങളിലായി കോരിയെടുത്ത് രുദ്രയുടെ മുറിവിൽ അവൻ്റെ കരങ്ങൾ സ്പർശിക്കാത്ത വിധം അത്രയും ശ്രദ്ധയോടെ അവൻ തൻ്റെ ഇരു കരങ്ങളുമായി രുദ്രയെ എടുത്തുകൊണ്ട് മുൻപിലേക്ക് നടന്നു. കീർത്തിയുടെ വീടെന്ന് പറയുന്നത് ഒരു പ്ലോട്ടിൽ തന്നെ 2 ഹൗസ് ഒരുമിച്ച് വന്നതായിരുന്നു. ഭദ്രയ്ക്കും രുദ്രയ്ക്കും അവരുടെ പ്രൈവസി അനുസരിച്ച് ഇപ്പുറത്തെ വീട് തുറന്നു കൊടുത്തു. ഭദ്ര നേരെ രുദ്രയെയും കൊണ്ട് അവിടേക്കാണ് വന്നത്. ഭദ്ര രുദ്രയെ മെല്ലെ ബെഡിൽ കിടത്തിയ ശേഷം അവളെ നന്നായി പുതപ്പിച്ചു. അതിനുശേഷം ഭദ്ര അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ നിന്നതും അവൻ്റെ കരങ്ങളിൽ രുദ്രയുടെ പിടി വീണിരുന്നു. അപ്പോഴും അവളുടെ കരങ്ങൾ ഭദ്രയുടെ കയ്യിൽ മുറുകിക്കൊണ്ട് തന്നെ ഇരുന്നു. ഭദ്ര മെല്ലെ അവൾക്കടുത്തുള്ള ബെഡിൽ ഇരുന്നതും രുദ്ര എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഭദ്രമെല്ലെ അവളെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി. സൂക്ഷിച്ച്, അത്രയും പറഞ്ഞ് വളരെ ശ്രദ്ധയോടെയാണ് ഭദ്ര അവളെ അവനിലേക്ക് ചേർത്തിരുത്തിയത്. ഭദ്ര അപ്പോഴാണ് ശരിക്കും അവളുടെ മുഖം കാണുന്നത്. ചുണ്ടിലെ സൈഡ് പൊട്ടി ചോര കട്ട പിടിച്ചിരിക്കുന്നത് കണ്ടതും ഭദ്ര അവൻ്റെ കയ്യിലിരുന്ന തൂവാല കൊണ്ട് അവിടെ മെല്ലെ തുടച്ചു. അപ്പോഴേക്കും രുദ്ര ഭദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഏട്ടനെ വിട്ടിട്ട് പോയി എന്ന് കരുതിയല്ലേ? അത് കേട്ടതും അവന് നല്ല ദേഷ്യം തോന്നി. വയ്യാതിരിക്കുന്നൊന്നും ഞാൻ നോക്കില്ല, നല്ല വീക്ക് വെച്ചു തരും ഞാൻ, പറഞ്ഞേക്കാം. അത്രയും പറഞ്ഞ് ഭദ്ര അവളിൽ നിന്നും നോട്ടം പിൻവലിക്കുമ്പോൾ രുദ്ര തൻ്റെ 2 കരങ്ങൾ കൊണ്ടും ഭദ്രയുടെ മുഖം പിടിച്ച് അവൾക്ക് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭദ്രയേട്ടന് തോന്നുന്നുണ്ടോ ഞാൻ ഏട്ടനെ വിട്ടു പോകുമെന്ന്? ഈ ജന്മം എന്നല്ല, ഒരു ജന്മത്തിലും എനിക്ക് ഏട്ടനെ വിട്ടു പോകാൻ കഴിയില്ല. അത്രയും പറഞ്ഞ് രുദ്ര ഭദ്രയുടെ തോളിൽ തലചായ്ക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഒപ്പം ഈ ജന്മം എന്നല്ല, ഒരു ജന്മത്തിലും അവളെ കൈവിട്ടു കൊടുക്കുകയില്ലെന്ന് ഉറപ്പോടെ തന്നെ അവനിലേക്ക് ചേർത്തിരുത്തി. കുറച്ചു നേരം കഴിഞ്ഞതും ഭദ്ര അവളുടെ മുഖം അവൻ അഭിമുഖമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നീ ലോകത്ത് ഞാൻ ഏറെ സ്നേഹിക്കുന്നത് നിന്നെയാണ്. ഞാൻ ഒരിക്കലും കരുതിയതല്ല നിന്നെ ഇതുപോലെ സ്നേഹിക്കേണ്ടി വരുമെന്ന്. പക്ഷേ ഇപ്പോൾ നീയില്ലാത്തൊരു ദിവസം എന്നത് എനിക്കൊരു യുഗം പോലെയാണ് തോന്നുന്നത്. അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഞാൻ കൈവിട്ട് കളയുമോ? നിനക്കെന്തെങ്കിലും സംഭവിക്കും മുൻപ് ആദ്യം ജീവൻ വെടിയുന്നത് ഞാനായിരിക്കും. കാരണം നീയില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയും പറഞ്ഞ ശേഷം ഭദ്ര രുദ്രയെ വീണ്ടും അവനിലേക്ക് ചേർത്തുകൊണ്ട് അവളുടെ മൂർത്താവിൽ ചുണ്ടുകൾ ചേർത്തു. ആ നിമിഷം രുദ്രയുടെ കണ്ണിൽ നിന്നും സന്തോഷത്തിൻ്റെ കണ്ണുനീർ കണങ്ങൾ പൊടിഞ്ഞു. ഒപ്പം ഭദ്രയ്ക്കും രുദ്രയ്ക്കും ആവശ്യമായ ഡ്രസ്സ് പ്രണവും കീർത്തിയും ചെന്നാണ് കാളിയാർ മഠത്തിൽ നിന്നും എടുത്തുകൊണ്ട് വന്നത്. പ്രണവ് അത് ഭദ്രയെ ഏൽപ്പിക്കുമ്പോൾ തന്നെ കീർത്തി പറഞ്ഞു,
ഏട്ടൻ പോയിന്ന് ഫ്രഷായി വാ, അപ്പോഴേക്കും രണ്ടാൾക്കുള്ള ഫുഡ് ഞാനിങ്ങ് കൊണ്ടുവന്നേക്കാം. അതിനവൾക്കൊരു ചിരി മാത്രം അവൻ സമ്മാനിക്കുമ്പോൾ കീർത്തിയും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു. ബദ്രി, നീ ഇപ്പോഴും രാവിലെ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുവാണോ? അതെ, ഞാനൊന്ന് തീരുമാനിച്ച അത് നടത്തിയ ശീലമുള്ളവെന്ന് നിനക്കറിയില്ലേ? എന്നാലും രുദ്രയെ അങ്ങോട്ടേക്ക് വിടണോ? വേണം. അവളെ അവിടേക്ക് അയച്ചില്ലെങ്കിലും എൻ്റെ രുദ്രയ്ക്ക് പിന്നാലെ അവൻ്റെ ആൾക്കാർ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി ഒരിക്കലും ഹരീന്ദ്രനോ അയാളോ അവളുടെ ആൾക്കാരോ എനിക്കോ എൻ്റെ രുദ്രയ്ക്കോ എൻ്റെ ഫാമിലി എന്ന് കരുതുന്ന ആർക്ക് നേരെയും ഒരു ചെറുവിരൽ പോലും അനക്കാൻ പാടില്ല. അതിനവൻ എവിടെയാണോ ഉള്ളത് ആ കോട്ട തകർത്തകത്തു കയറി അവനെ കൊല്ലണം. നീ എന്ത് തീരുമാനം എടുത്താലും കൂടെ ഞങ്ങളുണ്ടാവും. എനിക്കും അറിയണം എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നത് എന്തിനാണെന്ന്. അത്രയും പറഞ്ഞ ശേഷം വീണ്ടും ബദ്രിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, രുദ്രയോട് ഇതേപ്പറ്റി എപ്പോഴാ പറയാൻ പോകുന്നത്? അവൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും സുഖമായി പുറത്തു വരുന്ന അന്ന് തന്നെ പറയും ഞാൻ. എന്ന് ശരി, ഞാൻ ഇറങ്ങുക. നീ രാവിലെ വരുന്നത് വരെ വിജിത്തിനൊപ്പം ഞാൻ ഉണ്ടാവും ഹോസ്പിറ്റലിൽ. അമ്മയുടെ അടുത്ത് പ്രത്യേകം ശ്രദ്ധ വേണം. അത് നീ പറഞ്ഞില്ലെങ്കിലും ലക്ഷ്മി അമ്മയെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. അതോർത്ത് നീ ടെൻഷൻ ആവേണ്ട. തൽക്കാലം നീ രുദ്രയുടെ അടുത്തേക്ക് ചെല്ല്. അവൾക്കിപ്പോൾ ആവശ്യം നിന്നെയാണ്. പ്രണവ് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ രുദ്രയ്ക്കും ഭദ്രയ്ക്കുള്ള ഫുഡുമായി കീർത്തി എത്തിയിരുന്നു. ടേബിളിൽ ഫുഡ് വെച്ച ശേഷം അവളും പ്രണവിനൊപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ബദ്രി ഡോറ് ലോക്ക് ചെയ്ത് അകത്തേക്ക് പോയിരുന്നു. ബദ്രി ഫ്രഷായി വരുമ്പോൾ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന രുദ്രയെയാണ് കണ്ടത്. അത് കണ്ടതും ബദ്രി അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. എന്താ നീ കാണിക്കുന്നേ? നിന്നോട് അധികം സ്ട്രെയിൻ ചെയ്യരുതെന്നല്ല പറഞ്ഞേ. എനിക്കൊന്ന് ബാത്റൂമിൽ പോവണമായിരുന്നു. ഏട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നേ. അത്രയും പറഞ്ഞ് ബദ്രി അവളെ മെല്ലെ ബെഡിൽ നിന്നും നിലത്തേക്ക് ഇറക്കി. ഞാൻ നടന്നോളാം. എന്നിട്ട് വേണം വല്ലയിടത്തും വീണ് കിടക്കാൻ. അത്രയും പറഞ്ഞ് ബദ്രി അവളെ തന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി. രുദ്ര അവനോട് പുറത്ത് നിന്നാൽ മതിയെന്ന് പറഞ്ഞുവെങ്കിലും ബദ്രി അത് കേട്ടില്ല. അവൻ അവൾക്കൊപ്പം തന്നെ എല്ലാം ചെയ്തു കൊടുത്ത് കൂടെ നിന്നു. അവിടെ അവൻ അവളോട് തോന്നിയത് കാമമായിരുന്നില്ല, മറിച്ച് വാത്സല്യമായിരുന്നു. ബദ്രി തിരികെ അവളെ ബെഡിലേക്ക് കൊണ്ടുവന്നിരുത്തി. അതിനുശേഷം കീർത്തി കൊണ്ടുവന്ന ഫുഡ് എടുത്തുകൊണ്ട് അവൾക്കടുത്തേക്കായി തന്നെ ബെഡിലിരുന്നു. എനിക്ക് വേണ്ട ബദ്രിയേട്ടാ ഫുഡ് കണ്ടതും ബദ്രിയെ നോക്കി രുദ്ര പറഞ്ഞു, എന്നാൽ എനിക്കും വേണ്ട, പോരെ? അത്രയും പറഞ്ഞ് ആ പ്ലേറ്റ് തിരിച്ചു വയ്ക്കാൻ നിന്നതും രുദ്ര അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കഴിക്കാം, പക്ഷേ ഏട്ടനും എൻ്റെ കൂടെ തന്നെ കഴിക്കണം. അതിനവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് രുദ്രയ്ക്ക് ഫുഡ് വാരിക്കൊടുക്കാൻ തുടങ്ങിയിരുന്നു. ബദ്രി ഓരോ ഉരുളകളായി അവൾക്ക് കൊടുത്ത ശേഷം അതിൽ നിന്നും അവനും കഴിച്ചു. ബദ്രി ആഹാരം നീട്ടുമ്പോൾ വേണ്ടെങ്കിലും രുദ്ര അവന് വേണ്ടി അവൻ നീട്ടിയ എല്ലാ ഉരുളകളും കഴിച്ചിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞതും അവൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുത്ത ശേഷം അവളുടെ ചുണ്ടുകൾ അവൻ തൂവാല കൊണ്ട് ഒപ്പിയെടുത്തു. രുദ്ര ബദ്രിയെ ഒന്ന് നോക്കിയതും അവനും അവളെ തന്നെ നോക്കിയിരുന്നു. ബദ്രിയേട്ടാ, അമ്മയ്ക്കെന്താ പറ്റിയേ? പറ. തൽക്കാലം എൻ്റെ മോള് ഇന്നത്തെ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്ക്. രാവിലെ ആവുമ്പോൾ ഞാനെല്ലാം പറഞ്ഞു തരാം, പോരെ? എനിക്കറിയാം എന്തോ ഉണ്ട്. അമ്മയ്ക്ക് എന്തോ പറ്റി. ഏട്ടൻ മനഃപൂർവ്വം എന്നിൽ നിന്ന് മറയ്ക്കുന്നതല്ലേ. ഏട്ടനും സിദ്ധുവും സംസാരിക്കുന്നത് പാതി മയക്കത്തിലും കേട്ടതാ ഞാൻ. അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. നീ കരുതും പോലെ ഞങ്ങളുള്ളപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഇടവരുത്തുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അതിനവളില്ലെന്ന് തലയാട്ടി. തൽക്കാലം എൻ്റെ മോള് ഭാരിച്ചതൊന്നും ആലോചിക്കണ്ട. അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, പോരെ? അത് പറയുമ്പോൾ രുദ്ര ബദ്രിയുടെ ദേഹത്തേക്ക് ചാഞ്ഞു. ഒപ്പം ബദ്രി അവളെ തന്നിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചു. ഏറെ നേരം കഴിയുമ്പോൾ രുദ്രയിൽ നിന്നും ഉറക്കത്തിൻ്റെ മൂളലുകൾ പുറത്തേക്ക് വന്നതും ബദ്രി അവളെ പിടിച്ചു മെല്ലെ ബെഡിലേക്ക് കിടത്തി. ഒപ്പം അവൾക്കൊപ്പം അവനും കിടന്നെങ്കിലും ബദ്രി ഉറങ്ങിയില്ല. അവനുള്ളിൽ പല കണക്കൂട്ടലുകളും നടക്കുകയായിരുന്നു. ഹരീന്ദ്രൻ്റെ പതനത്തിനായുള്ള കണക്കൂട്ടലുകൾ. അല്ല, കണ്ണനെവിടെ? മുന്നിൽ നിന്ന് കല്ലുവിൻ്റെ അമ്മ ഗായത്രിയോടായ ചോദിച്ചു. അവനെ കഴിക്കാൻ വിളിക്കാൻ കല്ലു പോയിട്ടുണ്ടച്ചാ. അയാൾക്കുള്ള ആഹാരം വിളമ്പിക്കൊണ്ടവർ പറഞ്ഞു. അപ്പോഴേക്കും കല്ലുവിൻ്റെ പിന്നാലെ ഹരീന്ദ്രൻ ഇറങ്ങി വന്നു. ഹരീന്ദ്രൻ അയാൾക്ക് നേരെയുള്ള ചെയറിൽ ഇരിക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിലെല്ലാവരും ആ ഡൈനിങ് ടേബിളിൽ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഹരീന്ദ്രൻ അവർക്കൊപ്പം കഴിച്ചു തുടങ്ങുമ്പോൾ അയാൾ അവനെ നോക്കി പറഞ്ഞു, അവൾക്കിപ്പോഴും ഞങ്ങളോട് ദേഷ്യമാണല്ലേ? അതല്ലേ നിന്നെ മാത്രം ഇങ്ങോട്ടേക്ക് അയച്ചത്? അയാൾ അത് പറയുമ്പോൾ ഹരീന്ദ്രൻ അയാളെ നോക്കി. ഇല്ല മുത്തശ്ശ, അച്ഛനിപ്പോഴും ഒന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അച്ഛനെ ധിക്കരിച്ച് അമ്മയ്ക്കും വരാൻ കഴിയില്ല.
പണ്ട് മുതലേ അമ്മയുടെ നാവിൽ നിന്നും മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഇവിടെയുള്ള ഓരോരുത്തരെയും പറ്റി അറിഞ്ഞു കേട്ടപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നിയതാ. അപ്പോഴേക്കും മുത്തശ്ശൻ തന്നെ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. മുത്തശ്ശനെയും എല്ലാവരെയും കാണാൻ വേണ്ടി അച്ഛനെ വരെ എതിർക്കേണ്ടി വന്നു എനിക്ക്. അതിനയാൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എൻ്റെ പേരക്കുട്ടിയാ, നിന്റെ ദേഹത്തോടുന്നത് എൻ്റെ ചോരയാ. അതാ നീ ഇത്രയും നാൾ വളർത്തിയ നിന്റെ അച്ഛനെ തന്നെ ധിക്കരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നത്. അത്രയും പറഞ്ഞ ശേഷം അയാൾ അവനെ നോക്കി പറഞ്ഞു, എനിക്ക് ശേഷം ഈ നാടും ഇവിടെയുള്ള ജനങ്ങളെയും ഭരിക്കേണ്ടത് നിന്റെ കടമയാണ്. ഒരിക്കലും അവർക്ക് ദ്രോഹം ചെയ്യാൻ പാടില്ല, മറിച്ച് നന്മ മാത്രം ചെയ്യണം. എന്തുകൊണ്ടും എൻ്റെ കൊച്ചുമകനായി നിനക്കതിനുള്ള യോഗ്യതയുണ്ട്. അടുത്ത മാസം മുതൽ ഇവിടുത്തെ നമ്മുടെ ക്ഷേത്രത്തിൽ 31 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം വരാൻ പോകുന്നു. അത് അവസാനിക്കുന്ന അന്ന് തന്നെ നിന്റെ പട്ടാഭിഷേകവും നടത്തണം, ഒപ്പം നിന്റെ വിവാഹവും. വിവാഹമോ? ഹരീന്ദ്രൻ ചോദിച്ചു. അതെ, നിന്റെ വിവാഹം. ഇനി മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. ഇല്ലെന്നാണെങ്കിൽ നിനക്കുള്ള പെൺകുട്ടിയെ ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ഹൈവ, സൂര്യേട്ടൻ്റെ കല്യാണം, ഇത് ഞാൻ പൊളിക്കും. കല്ലു അത് പറയുമ്പോൾ ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയ ദേഷ്യം അവനൊന്ന് നിയന്ത്രിച്ചു. കാരണം ഇപ്പോൾ അവൻ ഹരീന്ദ്രനല്ല, മറിച്ച് അവരുടെ സൂര്യയാണ്, സൂര്യവർദ്ധൻ. കല്യാണം ഇപ്പോൾ വേണ്ട മുത്തശ്ശ എനിക്ക്. അതെന്താ വേണ്ടാത്തേ? ഇനി ഞാൻ പറഞ്ഞതുപോലെ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഹരീന്ദ്രൻ പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ അയാളെ നോക്കി പറഞ്ഞു. ഉണ്ട്. ആരാ സൂര്യേട്ടാ? ചേച്ചി? ആ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വരുമോ ഇങ്ങോട്ടേക്ക്? ഏട്ടനെ പോലെ മോഡേണാണോ ചേച്ചി? കല്ലൊന്നും മിണ്ടാതിരിക്ക്, അവനെ പറയാൻ അനുവദിക്ക് നീ. ഗായത്രി അവളെ നോക്കി പറയുമ്പോൾ അവളൊന്നും മിണ്ടാതിരുന്നു. ആരാ കുട്ടി? എവിടെയുള്ളതാ? എനിക്കിപ്പോൾ ബാംഗ്ലൂരിലുള്ളതാ. വീട്ടുകാർ തമ്മിൽ മുന്നേ ഉറപ്പിച്ചതാ, ഹരീന്ദ്രൻ പറഞ്ഞു. എന്നാ പിന്നെ എത്രയും വേഗം ആ കുട്ടിയോടും വീട്ടുകാരോടും ഇങ്ങോട്ടേക്ക് വരാൻ പറ. അത്രയും പറഞ്ഞ് ഹരീന്ദ്രൻ പറയാനുള്ളത് കേൾക്കാൻ നിൽക്കാതെ എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ അവനെ നോക്കി പറഞ്ഞു. നാളെ രാവിലെ എനിക്കൊപ്പം ക്ഷേത്രത്തിൽ വരണം നീ. ഇവിടുത്തെ ആചാരങ്ങളും മറ്റും നിന്നെ പഠിപ്പിക്കാനുണ്ട്. അത്രയും പറഞ്ഞ് അയാൾ പോകുമ്പോൾ ബാക്കിയുള്ളവരും ഓരോരുത്തരായി കഴിച്ചെഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും ഹരീന്ദ്രൻ മാത്രം അവിടെ ഇരുന്നു. അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ആ ടേബിളിൽ മുറുക്കെ ഇടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ലക്ഷ്യം നിറവേറ്റിക്കഴിയുമ്പോൾ ഞാൻ ആദ്യം തീർക്കാൻ പോകുന്നത് നിങ്ങളെ ആയിരിക്കും. അത്രയും പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ രക്തവർണ്ണമായി മാറിയിരുന്നു.